ഈ കഴിഞ്ഞ 2025 എന്നെ സംബന്ധിച്ച് ശരിക്കും ഒരു റോളർ കോസ്റ്റർ ഇയർ തന്നെയായിരുന്നു. ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുപോലെ CA ക്വിറ്റ് ചെയ്യുന്നത്, പിന്നീട് ഈ ചാനൽ 10,000 സബ്സ്ക്രൈബേഴ്സ് എത്തുന്നത്, പിന്നീട് ഔട്ട്ലയേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്, പിന്നീട് 50,000 സബ്സ്ക്രൈബേഴ്സ് എത്തുന്നത്, ഈ സംഭവങ്ങളൊക്കെ നടന്നത് 2025 ഐ ഫെയിൽഡ്, ഐ ക്രൈഡ്, ഐ ബിൽഡ്, ഐ ലേൺഡ്, സോ മച്ച് ഓഫ് ഇറ്റ് ഹാപ്പൻ ഇൻ 2025. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഈ 2025 എനിക്ക് ഏറ്റവും ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു 10 ലൈഫ് ലെസൺസ് ഞങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ ഒരു കാര്യം ഓർമ്മിക്കുക, ഈ ലൈഫ് ലെസൺസിലൊന്നും ഞാൻ പെർഫെക്റ്റ് അല്ല, പക്ഷേ എന്നെ റിമൈൻഡ് ചെയ്യുന്ന രീതിയിൽ ദ ലെസൺസ് ദാറ്റ് ഐ ഹാവ് ടു കീപ് ലിവിങ് ബൈ എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ ഞാൻ ഉണ്ടാക്കുന്നത്. സോ ബക്കിൾ അപ്പ്, ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ലെസൺ നമ്പർ 1, സംടൈംസ് എവറി വൺ വിൽ ബി റോങ് ആൻഡ് യു വിൽ ബി റൈറ്റ്. ചില സമയങ്ങളിൽ ആൾക്കാർ നിങ്ങളോട് പറയും, നിങ്ങളൊരു തീരുമാനം എടുക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, യു ആർ റോങ്, അല്ലെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുത്ത വഴി തെറ്റാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയ ഒരിക്കലും വർക്ക് ചെയ്യില്ല എന്നുള്ളത്. പക്ഷേ സംടൈംസ് ദ ലോൺലിയസ്റ്റ് പാത്ത് വിൽ ബി ദ കറക്റ്റ് വൺ. ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യാനില്ലാത്ത, നമ്മൾ മാത്രം ശരിയാണ് വിചാരിക്കുന്ന ആ ഒരു സംഭവം ആയിരിക്കും ആക്ച്വലി ശരി. അതിൻ്റെ അർത്ഥം ഒരിക്കലും ബാക്കിയുള്ളവരെല്ലാവരും തെറ്റാണെന്നല്ല, ബട്ട് ദേ നെവർ ലിവ്ഡ് യുവർ ലൈഫ്. നമ്മളെ ലൈഫിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലുള്ള ഓരോ ഡീറ്റെയിൽസും ആർക്ക് മാത്രമേ അറിയുള്ളൂ, നിങ്ങൾക്ക് തന്നെ അറിയുള്ളൂ. നിങ്ങളുടെ മൈൻഡിൽ വന്ന വിഷൻ ഓൽക്ക് എല്ലാവർക്കും വരണം എന്നില്ല. 1993 വരെ നമ്മളെ റൈറ്റ് ബ്രദേഴ്സ് സക്സസ്ഫുൾ പവേർഡ് എയർക്രാഫ്റ്റ് ബിൽഡ് ചെയ്യുന്നത് വരെ ഫ്ലൈയിങ് എന്ന് പറയുന്നത് എന്തേനും ഒരു പൊട്ടത്തരല്ലേനു. ഇലക്ട്രിക് ബൾബ് എന്ന് പറയുന്നത് ഒരു ജോക്കായിരുന്നു ഏതുവരെ, എഡിസൺ ബൾബ് കണ്ടുപിടിക്കുന്നവരെ. അതുപോലെ ആമസോൺ എന്ന് പറയുന്ന ഇപ്പം നമ്മൾ കാണുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഇ-കൊമേഴ്സ് കമ്പനി അങ്ങനെ ആവുന്നുള്ളത് വെറും ബുക്കുകൾ സെല്ല് ചെയ്ത് സ്റ്റാർട്ട് ചെയ്താണ്ട്, ഓൺലൈനായി കണ്ട് സെല്ല് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ആവുന്നുള്ളത് ബെസോസ് അല്ലാതെ വേറെ ആരെങ്കിലും വിശ്വസിച്ചിരുന്നു തുടങ്ങുന്ന സമയത്ത്? സോ ഇത്രേ ഉള്ളൂ, ചില സമയങ്ങളിൽ, എപ്പോഴും അല്ല, നമ്മൾ എടുക്കുന്ന തീരുമാനം ശരിയായിരിക്കും ഈവൻ ദോ ബാക്കി എല്ലാവരും അത് തെറ്റാണെന്ന് പറയുമ്പോൾ. രണ്ടാമത്തെ ലെസണാണ് എവറിത്തിങ് ഈസ് എ സ്കിൽ ആൻഡ് യു ക്യാൻ ലേൺ ഇറ്റ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ എൻ്റെയർ ഫോക്കസ് എന്ന് പറയുന്നത് പഠിത്തത്തിലായിരുന്നു. അറൗണ്ട് +2 CA ഫൗണ്ടേഷൻ, CA ഇൻ്റർ ആ ഒരു ടൈമിൽ ഫുൾ ഞാൻ ആകെ ചെയ്തിരുന്നത് സ്റ്റഡി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതേ സമയത്ത് തന്നെ എൻ്റെ മുഖത്ത് എന്തും കൂടി വന്നു, സിവിയർ ആയിട്ടുള്ള സിസ്റ്റിക് ആക്നെയും കൂടി വന്നു. അപ്പോൾ എന്തായി, ഓൾറെഡി പഠിത്തമെന്ന് മാത്രമേ ഉള്ളൂ, അതിൻ്റെ കൂടെ ഞാൻ തീരെ പുറത്തേക്ക് ഇറങ്ങാതായി. ആൾക്കാരെ ഫേസ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടായി ആക്നെ കാരണം. ഞാൻ പിന്നീട് എന്ത് ചെയ്തു, ആ ഒരു ഫേസ് പതുക്കെ ഇങ്ങനെ കഴിഞ്ഞു. ആക്നെ ഇങ്ങനെ മെഡിസിനൊക്കെ എടുത്താണ് ഇങ്ങനെ കുറഞ്ഞു വന്നു. പക്ഷേ സ്റ്റിൽ ആ ഒരു ഹാബിറ്റ്, പുറത്തേക്ക് ഇറങ്ങാതെ ആൾക്കാരായിട്ട് ഡീൽ ചെയ്യാത്ത രീതിയിലുള്ള ആ ഒരു ഹാബിറ്റ് ഞാനിങ്ങനെ കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഞാൻ തന്നെ എന്നെ എങ്ങനെ വിശ്വസിപ്പിച്ചു, ഐ വാസ് നോട്ട് ഗുഡ് വിത്ത് പീപ്പിൾ എന്നുള്ള രീതിയിലാണ്. എന്തുണ്ടെങ്കിലും ഇങ്ങനെ ആൾക്കാരായിട്ട് സംസാരിക്കുന്ന, അല്ലെങ്കിൽ ഇവൻ്റ് ആയിട്ടും അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഇവൻ്റ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യണമെങ്കിലൊക്കെ എൻ്റെ ഒരു മൈൻഡിൽ എന്താ വരിക, ഐ ആം നോട്ട് ഗുഡ് വിത്ത് പീപ്പിൾ. പക്ഷേ ഈ ഒരു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ എന്ത് വിചാരിച്ചു, എനിക്ക് എൻ്റെ കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യണം, എനിക്ക് ഇങ്ങനെ നടന്നാൽ പോരാ, എനിക്ക് ആൾക്കാരായിട്ട് സംസാരിക്കാൻ പറ്റണം, എന്നാലേ എനിക്കൊരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തത് നല്ല രീതിക്കൊക്കെ ലീഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയും കുറേ ആൾക്കാർ നമ്മൾ യൂട്യൂബിലൂടെ ഒക്കെ ഇൻസ്പയർ ചെയ്യുന്നതാണ്. അപ്പോൾ ശരിക്കും ഒരു ജനറേഷനൊക്കെ ലീഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, നമ്മൾ ആൾക്കാരെ ലീഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആൾക്കാരായിട്ട് സംസാരിക്കാൻ മോശമാകാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഞാൻ തന്നെ തീരുമാനിച്ചത് ഐ ഹാവ് ടു ചേഞ്ച്. അങ്ങനെ ഞാൻ ഓരോ സോഷ്യൽ ഇവൻറ്റുകൾക്കും ഓരോ സെലിബ്രേഷൻസും, നമ്മൾ ജിമ്മിലൊക്കെ ഉണ്ടാകുന്ന പരിപാടികളുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന പരിപാടികളുണ്ടാവും, ഇങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ പോകാൻ തുടങ്ങി. പതുക്കെ ഇങ്ങനെ ഇതിങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി. ഞാൻ മനസ്സിലാക്കിയൊരു സംഭവമാണ്, എല്ലാം സ്കില്ലാണ്. ഈ ഒരു സംഭവം ഒരു സ്കിൽ തന്നെയാണ്. നമ്മൾ എത്രത്തോളം റെപ്പറ്റീഷൻ ചെയ്യുന്നോ, എത്രത്തോളം നമ്മൾ ആ കാര്യം ചെയ്യുന്നോ, അത്രത്തോളം നമ്മൾ അടിപൊളിയാവും. ആൻഡ് ഈ കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ ഐ ഇംപ്രൂവ്ഡ് എ ലോട്ട് ഇൻ ദാറ്റ് ഏരിയ. അപ്പോൾ ഒരിക്കലും ആരും ദേ ആർ നോട്ട് ബോൺ ഗുഡ് വിത്ത് നമ്പേഴ്സ്. ഓലെ മാത്സിൽ ഓൾറെഡി ജനിച്ചപ്പോൾ തന്നെ അടിപൊളിയാണ്, അല്ലെങ്കിൽ ഓൾറെഡി ആൾക്കാരായിട്ടും ഭയങ്കര അടിപൊളിയാണ് എന്നുള്ള രീതിയിലല്ല. ദേ ജസ്റ്റ് പ്രാക്ടീസ് ഇറ്റ് സോ മച്ച് മോർ ദാൻ യു. ഇത്രേ ഉള്ളൂ ഇതിൻ്റെ ഒരു സമ്മറി ആണത്. യു ഹാവ് ടു പുട്ട് ദ റെപ്പറ്റീഷൻ, ദാറ്റ്സ് ഇറ്റ്, യു വിൽ ഗെറ്റ് ഗുഡ് അറ്റ് ഇറ്റ്. മൂന്നാമത്തെ ലെസണാണ് ബി വില്ലിംഗ് ടു ബി എ ബിഗിന്നർ. അധികം ആൾക്കാർക്കുള്ള മൈൻഡ് സെറ്റാണ്, ഇൻക്ലൂഡിങ് മീ, ദാറ്റ് വി ഡോണ്ട് ലൈക്ക് ടു ബി സക്ക് ഇൻ ഫ്രണ്ട് ഓഫ് പീപ്പിൾ. അതായത് നമ്മൾ ഫസ്റ്റ് വീഡിയോ തന്നെ നമുക്ക് വൈറലാവണം. നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫസ്റ്റ് തന്നെ അത് സക്സസ് ആവണം. നമ്മൾ ആദ്യമായിട്ട് ടൂർണമെൻറ്റിന് പോവുകയാണ്, ആ ടൂർണമെൻറ്റ് തന്നെ നമ്മൾക്ക് ജയിക്കണം. ഈ രീതിയിലാണ് അധികം ആൾക്കാരും ഒരു പുതിയ സംഭവം തുടങ്ങുമ്പോൾ അതിനെ കാണാം. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചാൽ, ഇത് നമ്മുടെ ഉള്ളിൽ ഒരുപാട് പ്രഷർ ക്രിയേറ്റ് ചെയ്യും. ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യണം, നമ്മൾ എന്തായാലും ഒരു മോശമായിക്കാരം, എന്നിട്ട് അതന്നെ നമ്മൾ വിൻ ചെയ്യണം എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്രഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും റിസൾട്ട് കാണൂല എന്നുള്ള ഉറപ്പാണ്. അങ്ങനെ ആവുമ്പോൾ അത്രയും പ്രഷർ ഉണ്ടായിട്ട് നമ്മളത് ക്വിറ്റ് ചെയ്യാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അതിന് പകരം നിങ്ങൾ ഈ ഒരു മൈൻഡ് സെറ്റോട് കൂടി പോയി കഴിഞ്ഞാൽ, അതായത് ഫസ്റ്റത്തെ ഒരു 100 പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഫസ്റ്റത്തെ ഒരു 100 ദിവസം, അല്ലെങ്കിൽ ഫസ്റ്റത്തെ ഒരു 100 ട്രൈസ് ഞാൻ എന്തായാലും സ്റ്റുപ്പിഡായിരിക്കും, ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടാക്കും, ഈ സാധനം ഒന്നും അടിപൊളി ആവില്ല, ഞാൻ ചെയ്യുന്ന അടിപൊളി ആവില്ല. ബട്ട് ഇറ്റ് ഈസ് ഓക്കെ. എത്രത്തോളം പെട്ടെന്ന് നിങ്ങൾക്ക് ആ ഒരു 100 ഫെയിലിയേഴ്സ് അല്ലെങ്കിൽ ആ 100 മിസ്റ്റേക്സുകൾ വരുത്താൻ പറ്റുമോ, അത്രത്തോളം പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഈ ഒരു മൈൻഡ് സെറ്റോട് തന്നെ പോകണമെന്നുണ്ടെങ്കിൽ ദ ചാൻസസ് ഓഫ് സക്സസ് വിൽ ഗോ റിയലി ഹൈ. ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ഏകദേശം ആദ്യത്തെ ഒരു 3.5 മാസം അല്ലെങ്കിൽ ഒരു 4 മാസം
ഡെയിലി ആൾമോസ്റ്റ് എവറി ഡേ വീഡിയോ ക്രിയേറ്റ് ചെയ്യും. എല്ലാ ദിവസവും ഇരുന്ന് സ്ക്രിപ്റ്റ് എഴുതി ഷൂട്ട് ചെയ്ത് വീഡിയോ ഉണ്ടാക്കും. അതിൻ്റെ ഒരു സംഭവം എന്താ വെച്ചാൽ ഒരിക്കലും എല്ലാ ദിവസവും വീഡിയോ ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് വൈറലാവണം, ആദ്യത്തെ വീഡിയോനെ വൈറലാവണം എന്നുള്ളതിന് പകരം എൻ്റെ മൈൻഡ് എങ്ങനെ വെച്ചാൽ ഇത്രയും പെട്ടെന്ന് എനിക്ക് ഫസ്റ്റത്തെ എംബാരസ്മെൻറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് നമ്മൾ വീഡിയോ ഉണ്ടാക്കുമ്പോഴുള്ള കുറേ മിസ്റ്റേക്കുകൾ, ഫെയിലിയേഴ്സ്, സ്റ്റുപ്പിഡായിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ എത്രത്തോളം പെട്ടെന്ന് എനിക്ക് ചെയ്ത് തീർക്കാൻ പറ്റുമോ അത്രത്തോളം പെട്ടെന്ന് എൻ്റെ വീഡിയോ ഇമ്പ്രൂവ് ആവും എന്നുള്ള രീതിയിലാണ് ഞാൻ ഫസ്റ്റ് അടുപ്പിച്ച് ഒരുപാട് വീഡിയോസ് ചെയ്ത്. ആ വീഡിയോസ് ഒന്നും അടിപൊളി വീഡിയോസ് അല്ല, ആ വീഡിയോസിലൊക്കെ ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട്. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി, എല്ലാ ദിവസവും ഓരോ വീഡിയോ ഇട്ടതുകൊണ്ട് ഇപ്പം മാസത്തിൽ ഓരോ വീഡിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ 100 ഫെയിലിയേഴ്സ് വരുത്തണം എന്നുണ്ടെങ്കിൽ എനിക്ക് 100 മാസം വെയിറ്റ് ചെയ്യേണ്ടി വരും. പകരം എല്ലാ ദിവസവും ഞാൻ മിസ്റ്റേക്കുകൾ വരുത്തുന്നതുകൊണ്ട് എനിക്ക് 100 ദിവസം കൊണ്ട് തന്നെ മാക്സിമം മിസ്റ്റേക്കുകൾ വരുത്താൻ പറ്റി. അതുകൊണ്ടാണ് എൻ്റെ ചാനൽ ഏകദേശം എന്ത് ചെയ്യുന്നത് ഈ ഒരു ടൈം ആകുമ്പോഴത്തേനും ഈ ഒരു ലെവലിലേക്ക് മാറുന്നത്. അധികം ആൾക്കാരും ഫെയിൽ ആവുന്നത് ഓലെ കൊണ്ട് ഒന്നിനും കൊള്ളാത്തതുകൊണ്ടോ ഓല ബാഡ് ആയതുകൊണ്ടൊന്നല്ല. പക്ഷേ ഒരു ഫസ്റ്റ് ചെയ്യുന്ന മിസ്റ്റേക്കുകൾ ആൾക്കാരിടയിൽ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും എന്ന് കരുതിയിട്ട്, അതായത് ഓല് ചെയ്യുന്ന മിസ്റ്റേക്കുകൾ ബാക്കിയുള്ളവർ കാണാൻ പാടില്ല, മിസ്റ്റേക്കുകളെ വരുത്താൻ പാടില്ല എന്നുള്ള രീതിയിൽ ഒരു പെർഫെക്ഷനിസ്റ്റ് മൈൻഡ് സെറ്റോട് കൂടി പോയിട്ടാണ് ഫെയിൽ ആവുന്നത്. You have to look stupid before you look skilled. There is no shortcut. Beginners win because they are willing to be embarrassed. 4ാമത്തെ ലെസണാണ് ഡോണ്ട് ലെറ്റ് യുവർ പാസ്റ്റ് കേജ് യു. അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് നല്ല സംഭവമാണല്ലോ, നമ്മൾ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടണം എന്നൊക്കെ ഞാൻ പറയുന്ന സംഭവമാണ്. പക്ഷേ ഇതേ അച്ചീവ്മെൻറ്റ്സ് തന്നെ നമ്മൾ ഒരു സ്ഥലത്ത് ലോക്കാക്കി വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പ്രിസണിൽ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം? അതാണ് എനിക്ക് സംഭവിച്ചത്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ്, ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടാണ്, ഒരുപാട് ബ്ലഡും സ്വെറ്റും ടീയേഴ്സും ഒക്കെ സാക്രിഫൈസ് ചെയ്തിട്ടാണ് CA ഫൗണ്ടേഷനും CA ഇൻ്ററൊക്കെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായത്. ആ ഒരു ടൈം പീരീഡിൽ 1-2 വർഷത്തിൽ എല്ലാ ഇവൻറ്റ്സുകളും ഫംഗ്ഷൻസും ട്രാവലിങ്ങും ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ഈ ഒരു ഒറ്റ സാധനത്തിൽ ഫോക്കസ് ചെയ്ത് അത്രയും വർക്ക് ഇട്ടിട്ടാണ്, ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടാണ് അത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്രാക്ക് ചെയ്ത്. പിന്നീട് ഞാൻ ഇൻ്റർ കഴിഞ്ഞ് ആർട്ടിക്കൽഷിപ്പിന് പോയിൻ്റ് ശേഷമാണ് ഞാൻ ഇതിൻ്റെ ഒരു ആക്ച്വൽ സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നത്, ഇതിൻ്റെ വർക്ക് എങ്ങനെ വരുന്നത്, ഇതിൽ ആക്ച്വൽ ലൈഫ് സ്റ്റൈൽ എങ്ങനെ വരുന്നതെന്നൊക്കെ. എനിക്ക് വേണ്ട ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു റിമോട്ട് വർക്ക്, അതായത് എനിക്ക് എവിടെ നിന്നും വർക്ക് ചെയ്യാൻ പറ്റണം, എനിക്ക് ഓൺലൈനായി കണ്ട് ഇൻകം ഉണ്ടാക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അതുപോലെ ഒട്ടോണമി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. നമ്മളെ മുകളിൽ ആരുമില്ല, നമ്മൾ തന്നെയാണ് മെയിൻ ഡിസിഷൻ എടുക്കുന്നത്. പിന്നെ ഒരു എൻ്റർപ്രണർഷിപ്പ്, ബിസിനസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇതൊക്കെയായിരുന്നു എനിക്ക് വേണ്ട ലൈഫ് സ്റ്റൈൽ. എനിക്ക് മനസ്സിലായി എന്ത് CA ഈ ഒരു സംഭവം നേടിയെടുക്കാൻ പറ്റൂല. അതിൻ്റെ ലൈഫ് സ്റ്റൈൽ വേറെയാണ്, CAക്കാരുടെ ലൈഫ് സ്റ്റൈൽ വേറെയാണ്, ഞാൻ ഉദ്ദേശിക്കുന്ന ലൈഫ് സ്റ്റൈൽ വേറെയാണ്. പക്ഷേ ഇവന്തോ ഞാൻ ഒരുപാട് കാലം ഇതിൽ എഫേർട്ട് ഇട്ടതുകൊണ്ട്, ഒരുപാട് സാക്രിഫൈസ് ചെയ്തുകൊണ്ട്, ഒരുപാട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു പാത്ത് മാറ്റി എനിക്ക് വേറെ പാത്തിലൂടെ നടക്കാൻ ഭയങ്കര സ്കെയറി ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരുന്നു. ഞാൻ പറയുന്ന ഈ ഒരു സംഭവം പല ആൾക്കാർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഞാൻ മാത്രം ഒന്നാവില്ല ഈ ഒരു സിറ്റുവേഷനിൽ ഉണ്ടാവാം. ഒരുപാട് വർക്ക് പാസ്റ്റിൽ ഇട്ടത് കൊണ്ട്, ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് നേടിയത് കൊണ്ട് ആ ഒരു സംഭവം ബാക്കിലേക്ക് ഇട്ടിട്ട് പിന്നീട് വേറെ പാത്ത് ചൂസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് പല ആൾക്കാർക്കും ഉണ്ടാവും. ഇനി ലെസൺ നമ്പർ 5 ആണ് ബ്രദർഹുഡ് ബിഫോർ സോൾമേറ്റ്. ഈ ഗേൾസിൻ്റെ കേസ് എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷേ ഗൈസിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ മെൻ നീഡ് ബ്രദേഴ്സ് ബിഫോർ സോൾമേറ്റ് ഓർ മെൻ നീഡ് ഫ്രണ്ട്സ് ബിഫോർ സോൾമേറ്റ്. റൊമാൻറ്റിക് പാർട്ണർ ഇല്ലാതെ കുറേ കാലം ജീവിച്ചു പോകാൻ പറ്റും. പക്ഷേ ലൈഫിൽ ഫ്രണ്ട്സ് ഇല്ലാന്നുണ്ടെങ്കിൽ മാസ്കുലിനായിട്ടുള്ള നമ്മളെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും നമ്മളെ ചലഞ്ച് ചെയ്യാനും നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനും നമ്മളെ കൂടെ മെയിൽ ഫ്രണ്ട്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ അഫക്റ്റ് അസ് നെഗറ്റീവ്ലി അ ലോട്ട്. എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്. ഞാൻ CA ഇൻ്റർവ്യൂ CA ഫൗണ്ടേഷനൊക്കെ പഠിക്കുമ്പോൾ ഒരുപാട് സാക്രിഫൈസ് ചെയ്ത് അതിൽ തന്നെ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞല്ലോ. ആ ഒരു ടൈമിൽ ഞാൻ തീരെ പുറത്തേക്ക് ഇറങ്ങലില്ലായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് തീരെ ഫ്രണ്ട്സും ഇല്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു, ആൾക്കാരായിട്ട് കോൺടാക്റ്റ് ഒന്നും ഇല്ലായിരുന്നു. ഞാൻ ഫുള്ളൊരു ലോൺ വോൾഫ് എന്നുള്ള രീതിയിലാണ് ഫുള്ള് വർക്ക് ചെയ്തിരുന്നത്. അതിൻ്റെ സോഷ്യൽ സ്കിൽസിനെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ സ്കിൽസിനെ മാത്രമല്ല അഫക്റ്റ് ചെയ്തത്, അതുപോലെ തന്നെ എൻ്റെ മെൻ്റൽ ഹെൽത്തിനെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്തിരുന്നു. സോ അതുകൊണ്ട് ഞാൻ പറയാണ്, ഈവൻ ഇഫ് യു ഡോണ്ട് ഹാവ് എ റൊമാൻറ്റിക് പാർട്ണർ യു ക്യാൻ ഗോ ഓൺ വിത്ത് ലൈഫ്. പക്ഷേ വിത്തൗട്ട് ഫ്രണ്ട്സ് ഇറ്റ് ഈസ് വെരി ഹാർഡ്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ അന്നത്തെ പോലെ ഭയങ്കര ക്ലോസ്ഡ് ആയി കാണുന്നല്ല, ഞാൻ ഒന്നുകൂടി ഓപ്പൺ ആണ്. പിന്നെ വൈക്കുന്നൊക്കെ ആൾക്കാർ കണ്ടു, അല്ലെങ്കിൽ പിന്നെ വൈക്കുന്ന കാര്യങ്ങളൊക്കെ റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഓലയോട് ഞാൻ നല്ല രീതിയിൽ സംസാരിക്കും. അതുപോലെ ജിമ്മിൽ പുതിയ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെങ്ങാട്ടും ഒന്നുകൂടി ജാക്കഡായിട്ട് നല്ല ബോഡിയൊക്കെ ഉള്ള ഒരു പുതിയൊരാളെ കണ്ടു ഞാൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓലോട് പോയിട്ട് ഈവൻ ചിലപ്പോൾ എൻ്റെ മൈൻഡിൽ ഒരു അൺകംഫർട്ടബിൾ ആയി തോന്നിയാൽ പോലും ഞാൻ ഓലോട് പോയിട്ട് സംസാരിക്കും, ഹാൻഡ് ഷേക്ക് കൊടുക്കും, ഇൻട്രൊഡ്യൂസ് ചെയ്യും, ഓല കാര്യങ്ങൾ ചോദിക്കും. ഇപ്പം എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നൗ ഐ നോ ദ ഡിഫറൻസ്. നമുക്ക് ഫ്രണ്ട്സ് ഇല്ലാത്തപ്പോൾ ഉള്ള ഒരു ഫീലിങ്ങും അല്ലെങ്കിൽ അവസ്ഥയും അതുപോലെ ഫ്രണ്ട്സ് ഉള്ളപ്പോൾ ഉള്ളതും. സോ മെൻ നീഡ് മെൻ ബിഫോർ ദേ നീഡ് ലവ്. 6ാമത്തെ ലെസണാണ് ഈഗോ ക്യാൻ ബി ഹെൽത്തി. യെസ്, പിന്നെ സംബന്ധിച്ച് എനിക്ക് ഈഗോ ഉണ്ട്. അത് എല്ലാവർക്കും, അധികം ആൾക്കാർക്ക് ഈഗോ ഉണ്ടാവും. നിങ്ങൾ കാണുന്ന ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന മൂവി സ്റ്റാർസ് ആണെന്നുണ്ടെങ്കിലും ഒരുപാട് ആൾക്കാർ ഫോളോ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഈഗോ ഉണ്ടാവും. പക്ഷേ ഈഗോ നല്ലതാക്കാൻ പറ്റും, നമുക്ക് ഈഗോ ഹെൽത്തി ആക്കാൻ പറ്റും. അതിൻ്റെ കൂടെ എന്തും കൂടി ഉണ്ടെങ്കിലും ഹ്യൂമിലിറ്റിയും കൂടി ഉണ്ടെന്നുണ്ടെങ്കിലും.
ഇപ്പോൾ ആരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കുറച്ച് ആൾക്കാർ നമ്മളെ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം സംഭവമാണ് നമ്മൾ തന്നെ വിശ്വസിക്കണം. എന്നാലേ ബാക്കിയുള്ളവരും കൂടി നമ്മൾ ആ ഒരു രീതിയിൽ ഒരു ഇൻസ്പിറേഷൻ ആയിക്കാണ്ട് കാണുള്ളൂ. അതുള്ള സംഭവമാണ്. പക്ഷേ ഞാനൊരു സ്റ്റോറി പറഞ്ഞാൽ ചെറിയ, ഞങ്ങൾ കുറച്ച് മുമ്പ് ഞാനും എൻ്റെ ബ്രദറും നമ്മൾ ഔട്ട്ലൈസ് ക്ലബിൻ്റെ റിയൽ ലൈഫ് ഇവൻ്റ് ഉണ്ടായിരുന്നു, ഒരു മീറ്റപ്പ് ഉണ്ടായിരുന്നു. ആ ഒരു മീറ്റപ്പിന് കാലിക്കറ്റ് പോയി തിരിച്ചു വരുന്ന ടൈമിൽ ഒരു ചങ്ങായിനെ കണ്ടു. അപ്പോൾ ആ ചങ്ങായി ഇങ്ങനെ ഈ ഒരു ബസ് മലപ്പുറത്ത് കാണുമെന്ന് ഇങ്ങനെ ചോദിച്ചു. ഏത് ബസ്സാണ് ഉള്ളത്, ഇനി ഏത് ബസ്സാണ് ഉള്ളത്, ഈ ബസ് മലപ്പുറത്ത് കാണോ, പുതിയൊരു ബസ് വന്നപ്പോൾ ചോദിച്ചു. അപ്പോൾ എനിക്ക് അവനെ അറിയുന്നില്ല. അപ്പോൾ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ എൻ്റെ ബ്രദർ പറഞ്ഞത് ഇത് ഇവന് ഒരുപാട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആളാണ്, ഞാൻ അവൻ്റെ പേരൊന്നും പറയണില്ല, ഫേമസ് ആയിട്ടുള്ള ആളാണ്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ 200-300K സബ്സ്ക്രൈബേഴ്സും യൂട്യൂബിലൊക്കെ 3 lakh+ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഞാനൊന്ന് ചെക്ക് ചെയ്തു. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നായിക്കോട്ടെ ഇവനായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ എന്തെങ്കിലും ഉപകാരം വന്നാലോ, നെറ്റ്വർക്ക് ചെയ്യണ നല്ലതാണല്ലോ, നമ്മളെ കണക്ഷനിൽ നല്ല വലിയ വലിയ ആൾക്കാരുള്ള നല്ലതാണല്ലോ എന്ന് കരുതിയാണ്ട് ഓന് ഞങ്ങളതേ ബസ്സിൽ തന്നെ ആയിരുന്നു പോകാൻ, ഇങ്ങോട്ട് തിരിച്ചു വരാൻ അവിടുന്ന്. അപ്പോൾ ആ ഒരു ബസ്സിൽ നിന്ന് ഞാൻ ഓൻ്റെ അടുത്ത് പോയിട്ട് ഓനോട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. ഓന് കയ്യിൽ ഫോൺ വെച്ചാണ്ടാണ് എന്നോട് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഓനെ കുറിച്ച് ഇങ്ങനെ ചോദിച്ചു. ഞാൻ ഇതിനെക്കുറിച്ചൊന്നും പറയണില്ല, ഞാൻ ഫുള്ള് ഓനെ കുറിച്ചാണ് ചോദിക്കുന്നത്. എങ്ങനെയാണ് ഈ പാത്തിലേക്ക് വന്നത്, എവിടുന്നാണ് വരുന്നത്, ഇപ്പം എന്താ ചെയ്യണത്, ഇങ്ങനെ ചോദിച്ചു ഓനെ കുറിച്ച് ഇങ്ങനെ അറിയാൻ നോക്കുകയാണ്. അപ്പോൾ ഓൻ എങ്ങനെ ഇതിനൊക്കെ റിപ്ലൈ തരുന്നതെന്ന് വെച്ചാൽ ഫുള്ള് ഒരു 1 line ആയിക്കാണ്ട് ആൻസർ തരിക. ഞാൻ എന്താണോ ചോദിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഫോണിൽ നിന്ന് നോക്കിയിട്ട് എന്ന് പറഞ്ഞാണ്ട് പെട്ടെന്ന് ആൻസർ കഴിയും. എന്നിട്ട് പിന്നെ ഫോണിൽ നോക്കിയിട്ട് ഇങ്ങനെ ഭയങ്കര ഒരു ബിസി ആയിക്കാണ്ട്. എന്നിട്ട് ഞാൻ അതേപോലെ എന്തെങ്കിലും കുറച്ചുകൂടി ഒരു സംഭവങ്ങൾ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫേക്ക് ലോഫും തരും, ചെറിയ രീതിയിൽ അതിനെ കൊണ്ട് എന്ന് പറഞ്ഞാണ്ട് എന്ത് ചെയ്യും, അതും തരും. എനിക്കിങ്ങനെ ഉള്ളിൽ ഭയങ്കര രീതിയിൽ ഇങ്ങനെ ഈറ കടിക്കുന്നുണ്ട്. കാരണം ഞാൻ എപ്പോഴും ഇന്നെ റിമൈൻഡ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഈ ഒരു സംഭവത്തിൽ നിന്ന് ഞാൻ എന്താ പറയുക, ഇന്ന് ഒരു റിഫ്ലക്റ്റ് ചെയ്യുന്ന കാര്യം തന്നെ കേട്ടോ ഈ ഒരു എക്സ്പീരിയൻസിൽ നിന്ന്. അതായത് നമ്മൾ എത്ര വളർന്നാലും, ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഏത് താങ്കിലാണെങ്കിലും എത്ര വളർന്നാലും നമ്മളൊരു സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ നമ്മളെ അറിയുന്ന ആൾ അല്ലെങ്കിൽ നമ്മളൊരു ഇൻസ്പിറേഷൻ ആയിക്കാണ്ട് കാണുന്ന ഒരാളെ നമ്മളോട് വന്നാണ്ട് കാര്യങ്ങൾ ചോദിക്കണം, സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓർക്ക് അറ്റൻഷൻ കൊടുക്കണം, ഓരോ നല്ല രീതിയിൽ ഓലെ റെസ്പെക്ട് ചെയ്യണം, എന്നിട്ട് ഓലോട് സംസാരിക്കണം, ഓല് ഹാൻഡ് ഷേക്ക് കൊടുക്കണം, ഓലെ കാര്യങ്ങൾ ചോദിക്കണം, ഓലെ പേര് ചോദിക്കണം, ഓലെ എന്താ ചെയ്യണം ചോദിക്കണം, എന്തുകൊണ്ട് നമ്മൾ വീഡിയോ കാണുന്നത്, നമ്മളെ വീഡിയോ ഉപകാരപ്പെട്ടോ, ഇങ്ങനെ എന്താണോ അത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കണം എന്നാണ് എൻ്റെ മൈൻഡ് സെറ്റ്. അപ്പോൾ ഈ ഒരു ചങ്ങായി എന്നോടിൻ്റെ പേര് പോലും ചോദിച്ചില്ല. ഞാൻ അത്രയും കാര്യം ഓനെ കുറിച്ച് ചോദിച്ചു, ഓൻ്റെ കാര്യങ്ങൾ അറിയാൻ നോക്കിയിട്ട് പോലും ഓനെൻ്റെ പേര് പോലും ചോദിച്ചില്ല. അതോടുകൂടി എനിക്ക് മതിയായി, ഞാൻ അവിടെ നിന്ന് പോകുന്നു. ഇവനെന്ന് പറയുന്നത് എങ്ങനത്തെ ആളെന്ന് വെച്ചാൽ ഇപ്പോൾ ഗേൾസൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്ന് പറയില്ലേ, ആ രീതിയിലുള്ള ചങ്ങായിയാണ്, ഭയങ്കര ഫെയിമുള്ള ആളാണ്. ഇപ്പോൾ എൻ്റെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്താണ്, ഡെപ്ത്, വാല്യൂ, ആൾക്കാർക്ക് ചേഞ്ച് ഉണ്ടാവുക എന്നുള്ളതാണ്. കൂടുതൽ വൈറാലിറ്റിന് പകരം കൂടുതൽ വാല്യൂ കിട്ടുക എന്നുള്ളതാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ മറ്റേ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആൾക്കാർ ഡെയിലി വ്ളോഗും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ, അധികം എന്തായിരിക്കും ഫോക്കസ് ചെയ്യേണ്ടത്, ഒരുപാട് ആൾക്കാർ കാണുന്ന വീഡിയോസ് ആയിരിക്കും. അത് ഡെപ്തിന് പകരം കൂടുതൽ എൻ്റർടൈനിങ് ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ ഒരുപാട് ആൾക്കാർ കാണുന്ന, ഒരുപാട് ഫാൻസ് ഉള്ള ഒരു ടൈപ്പ് ആളാണ് അവന്. അപ്പോൾ മേ ബി എല്ലാ ദിവസവും അവനോട് ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടാവും, ആ ഒരു രീതിയിൽ ഇങ്ങനെ വന്ന് ഡെവലപ്പ് ചെയ്ത് വന്നായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരിക്കലും ആ ഒരു ആറ്റിറ്റ്യൂഡ്, വേറെ ആൾക്കാർ എന്ത് ചെയ്യണം അതൊക്കെ പോലെ ഇഷ്ടമാണ്, അത് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അത് എനിക്കുള്ളൊരു റിഫ്ലക്ഷനാണ്. ഞാൻ ഒരിക്കലും ആ ഒരു ആറ്റിറ്റ്യൂഡ് ഫോളോ ചെയ്യാൻ പാടില്ല. ഇന്നെ അറിയുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഇന്നെ എവിടെയെങ്കിലും കണ്ടുപരിച്ച ആൾക്കാർ വരികയാണെന്നുണ്ടെങ്കിൽ ഓലെ റെസ്പെക്ട് ചെയ്യണം, ഓലോട് സംസാരിക്കണം. സോ ഈഗോ വിത്തൗട്ട് ഹ്യൂമിലിറ്റി നല്ലൊരു സംഭവമല്ല. നിങ്ങൾ ഹമ്പിളാണ്, നിങ്ങൾ ഓലെ റെസ്പെക്ട് ചെയ്യും, ബാക്കിയുള്ളവരൊക്കെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളൊരു സംഭവമായി കണ്ട് തന്നെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഈഗോ ക്യാൻ ബി ഹെൽത്തി, ഈഗോ വിൽ ബി എ ഗ്രേറ്റ് ടൂൾ ഫോർ ഗ്രോത്ത്. ഇനി 7ാമത്തെ ലെസണാണ്, ഫിറ്റ്നസ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് എവറിത്തിങ്. ചില ആൾക്കാരൊരു വിചാരം ഉണ്ടാവും, നമ്മൾ ജിമ്മിൽ പോയി അല്ലെങ്കിൽ ഫിറ്റ്നസ് പെർസ്യൂ ചെയ്തു എന്ന് കരുതി ലൈഫിൽ സക്സസ് ആവും എന്നുള്ളത്. അങ്ങനെയൊന്നുമില്ല. ഫിറ്റ്നസ് ചെയ്ത് കഴിഞ്ഞാൽ ഫിറ്റ്നസിൻ്റെ ആ ഒരു ഭാഗം ക്ലിയർ ആക്കി, അത്രേ ഉള്ളൂ. നമുക്ക് പൈസ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ പൈസ ഉണ്ടാക്കാനുള്ള പണി തന്നെ നമ്മൾ എടുക്കണം. ഓക്കെ, അതൊന്നും ഞാൻ പറയണില്ല ഫിറ്റ്നസ് പോയി നിങ്ങൾ പൈസക്കാരായി എന്നുള്ളൂ. പക്ഷേ ഫിറ്റ്നസ്സിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫിറ്റ്നസ് പെർസ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും പഠിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ മാരത്തോൺസ്, അതുപോലെ അയൺമാൻ, അതുപോലെ ഹൈ റോക്സ്, അതുപോലെ മാർഷൽ ആർട്സ്, അതുപോലെ സ്വിമ്മിങ്, സൈക്ലിങ്, ജിമ്മ് പോണത്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പലതും ജസ്റ്റ് ജിമ്മ് പോയി പമ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, മസിൽ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല, ഇങ്ങനത്തെ എല്ലാ ഏരിയാസിലും നമ്മളെ എന്താ പറയുക, മെൻ്റൽ എബിലിറ്റിനെ, നമ്മളെ മൈൻഡ് സെറ്റിനെ പുഷ് ചെയ്യുന്നത്, നമുക്ക് ക്വിറ്റ് ചെയ്യാൻ തോന്നുമ്പോഴും ക്വിറ്റ് ചെയ്യാതെ പിന്നെ നമ്മൾ എന്ത് ചെയ്യണേ, പറ്റൂല എന്നുള്ള രീതിയിൽ ആ ഒരു ഗിവ് അപ്പ് ചെയ്യാതെ വീണ്ടും ചെയ്യുന്നത്. അപ്പോൾ മാരത്തോണൊക്കെ ചെയ്യണവർക്ക് അറിയുണ്ടാവും ആ ഒരു ഫീലിംഗ്, ആ ഒരു മെൻ്റൽ ടഫ്നെസ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സ്പോർട്സുകളും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് സാധനങ്ങൾ നമ്മളവിടെ പഠിക്കുന്നുണ്ട്. പിന്നീട് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് റിയൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിസിപ്ലിൻ, അതുപോലെ ബെറ്റർ ഡിസിഷൻ മേക്കിംഗ്, ടെംപ്റ്റേഷൻസ് അവോയ്ഡ് ചെയ്യുന്നത്, അതുപോലെ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മളെ ബിസിനസ്സിലാണെന്നുണ്ടെങ്കിലും ജീവിതത്തിലാണെങ്കിലും കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ഒരു മെച്ചയിലുണ്ട്. ജസ്റ്റ് ഫിറ്റ്നസ് പെർസ്യൂ ചെയ്തു എന്ന് കരുതി സക്സസ് ആവുന്നുള്ളതിന് പകരം ഫിറ്റ്നസ്സിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, നമുക്ക് ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്. സോ ഫിറ്റ്നസ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് എവറിത്തിങ് ആസ് ഓഫ് മൈ അണ്ടർസ്റ്റാൻഡിങ്. 8ാമത്തെ ലെസണാണ്, ഗ്രോത്ത് കംസ് ഫ്രം
കൺഫ്രണ്ടിങ് ഫിയർ. ഏതൊക്കെ സമയത്ത് ഫിയറിനെ ഞാൻ അവോയ്ഡ് ചെയ്തിട്ടുണ്ടോ ആ സമയത്തൊക്കെ എൻ്റെ ലൈഫ് എനിക്ക് ഇങ്ങനെ ചെറുതാവണ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ആദ്യമൊക്കെ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന എൻ്റെ ഒരു സ്വഭാവം, എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്, ഏതെങ്കിലും ഇവൻറ്റിൽ എനിക്ക് ഓൾറെഡി അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ പഴയ സ്കൂൾ തോലോ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്, എൻ്റെ ഇപ്പോൾ ഹൈസ്കൂളൊക്കെ പഠിച്ച ആൾക്കാർ വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ കുറച്ച് എന്താ പറയുക, കുറച്ച് ഞാൻ ഇൻസെക്യൂർ ആയിക്കാണ്ട് എനിക്ക് തോന്നുന്ന രീതിയിലുള്ള ആൾക്കാർ വരാൻ ചാൻസ് ഉണ്ട്, കുടുംബക്കാർക്ക് വരാൻ ചാൻസ് ഉണ്ട്, അത്യാവശ്യം പൈസക്കുള്ള അങ്ങനെയുള്ള ആൾക്കാർക്ക് മീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഞാൻ ആ ഒരു ഇവൻറ്റുകൾ അവോയ്ഡ് ചെയ്യും. ഞാൻ അങ്ങനെയുള്ള സിറ്റുവേഷൻസുകൾ അവോയ്ഡ് ചെയ്യും. മീറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവോയ്ഡ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ ഓലെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ്. ഓലെ എന്നെ എന്തെങ്കിലും ജഡ്ജ് ചെയ്താലോ, ഇനിയിപ്പോൾ എൻ്റെ ലുക്ക് എന്തായിരിക്കും, അല്ലെങ്കിൽ ഞാൻ അവിടെ പോയി കണ്ട് എനിക്ക് പറയാൻ കിട്ടാതെ ഞാൻ ഫുള്ള് സ്റ്റക്ക് ആയാലോ എന്നുള്ള പേടി കാരണം ഞാൻ ഈ സംഭവങ്ങൾ എന്ത് ചെയ്യും, അവോയ്ഡ് ചെയ്യും. പക്ഷേ ഈ ഒരു 2025 ഈ കഴിഞ്ഞ വർഷം ഞാൻ ആ സംഭവം മാറ്റാൻ തീരുമാനിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കൂടുതൽ പുറത്തേക്ക് ഇറങ്ങാൻ ആൾക്കാരോട് സംസാരിക്കാൻ തുടങ്ങിയെന്നുള്ളത്. അതിലുള്ളൊരു സംഭവമാണ് ഇപ്പോൾ ഞങ്ങൾ ജിമ്മിലൊക്കെ പുറത്തുള്ളവർ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മളെ ഗോകുലം എഫ്സിൻ്റെ ഗോൾ കീപ്പർ അവിടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൂപ്പരോട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ സംസാരിക്കണം, അല്ലെങ്കിൽ ഹിന്ദിയിൽ സംസാരിക്കണം. അപ്പോൾ മൂപ്പരാണെന്നുണ്ടെങ്കിൽ 6 feet ടോൾ, കുറച്ചൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കണം, നമ്മൾ ഉള്ളിലൊരു പേടി ഉണ്ടാവുമല്ലോ ഇനീഷ്യലി. അപ്പോൾ അതൊരു ഫിയറാണ്. അപ്പോൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കൺഫ്രണ്ട് ചെയ്യാതെ എനിക്ക് ഇങ്ങനെ അവോയ്ഡ് ചെയ്ത് നടക്കാം. പക്ഷേ എന്ത് ചെയ്യും, അങ്ങനൊരു ഫീലിംഗ് വരുമ്പോൾ വേണ്ട അങ്ങനെ ചെയ്യേണ്ട, നമുക്ക് ഒഴിഞ്ഞു മാറാം, അത് നല്ല കുറച്ചൊരു അൺകംഫർട്ടബിൾ സംഭവമാണ്, അല്ലെങ്കിൽ കുറച്ച് പേടിയാണ് ചെയ്യാൻ എന്നുള്ളൊരു മൈൻഡിൽ ആ ഒരു തോട്ട് വന്നപ്പോൾ ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന ഇടയിൽ ഞാൻ ഉപ്പരോട് പോയിട്ട് ചോദിച്ചു, കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു, ഇങ്ങനെ ഫുട്ബോളിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അതെന്താ വെച്ചാൽ ഇത് വേറെ ആൾക്കാരൊന്നും കാണണമെന്നൊരു നിർബന്ധമില്ല. ഇങ്ങനത്തെ ചെറിയ വിന്നുകളുണ്ടല്ലോ, ഇത് കോമ്പൗണ്ട് ആവും. ഇത് നമുക്ക് വേണ്ടിയുള്ള വിന്നാണ്. നമുക്ക് തോന്നുന്ന ഫിയേഴ്സിനെ അവോയ്ഡ് ചെയ്യുന്നത് നമ്മളെ ബോഡി കാണുന്നുണ്ട്, നമ്മളെ ബോഡി നോട്ടീസ് ചെയ്യുന്നുണ്ട്, നമ്മളെ മൈൻഡ് നോട്ടീസ് ചെയ്യുന്നുണ്ട്, നമ്മളെ ബ്രെയിൻ നോട്ടീസ് ചെയ്യുന്നുണ്ട്. അവന് അതിന് വെജ്, അവന് അതിനുള്ള ദമ്മില്ല, അവന് ഫിയർ കൺഫ്രണ്ട് ചെയ്യാനുള്ളൊരു എന്താ പറയുക ബോൾസ് ഇല്ല എന്നുള്ളത് നമ്മളെ ബോഡി കാണുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഓരോ ചെറിയ സംഭവങ്ങളെയും അത് വിഷയമല്ല എന്നുള്ള രീതിയിൽ അതിനെ കൺഫ്രണ്ട് ചെയ്യുമ്പോഴും ആ സംഭവം ആര് നോട്ടീസ് ചെയ്യുന്നുണ്ട്, നമ്മളെ ബോഡി നോട്ടീസ് ചെയ്യുന്നുണ്ട്. സോ അത് എത്ര ചെറിയ സംഭവമാണെന്നുണ്ടെങ്കിലും, വേറെ ആരും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിലും, ഇറ്റ് ഈസ് സ്റ്റിൽ എ വിൻ. സോ റിമെമ്പർ, ഗ്രോത്ത് കംസ് ഫ്രം കൺഫ്രണ്ടിങ് ഫിയർ. ഇനി 9ാമത്തെ ലെസണാണ് സ്റ്റോപ്പ് ട്രൈങ് ടു ഇംപ്രസ് അതർ പീപ്പിൾ. എപ്പോഴാണോ നമ്മൾ ബാക്കിയുള്ളവരെ ഇമ്പ്രസ് ചെയ്യാനുള്ള ആഗ്രഹം മാറ്റി വെക്കുന്നത്, അപ്പോൾ നമ്മൾ ആക്ച്വലി എന്താവും, ഇമ്പ്രസീവ് ആവും. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ ഈ ഒരു പ്രായത്തിലൊക്കെ ഏറ്റവും കൂടുതൽ ഇമ്പ്രസീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഒക്കെ തരുന്ന ആൾക്കാരുടെ ഇടയിൽ, അല്ലെങ്കിൽ ചെക്കന്മാരുടെ ഇടയിലൊക്കെ തരുന്ന സംഭവങ്ങളാണ് കുറച്ച് അത്യാവശ്യം എക്സോട്ടിക് ആയിട്ടുള്ള ബൈക്കുകൾ, അല്ലെങ്കിൽ കാർ എടുക്കുന്നത്, അതുപോലെ തന്നെ ഭയങ്കര ബ്രാൻഡഡ് ആയിട്ടുള്ള ഡ്രസ്സ്, അതുപോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഐഫോൺ എടുക്കുന്നത്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോൾ ചെറിയൊരു ഏണിംഗ് ഒക്കെ വരാൻ തുടങ്ങിയപ്പോൾ, യൂട്യൂബിൽ നിന്നും അതുപോലെ കമ്മ്യൂണിറ്റിയിൽ നിന്നൊക്കെ ഏണിംഗ് ഒക്കെ വരുമ്പോൾ, ഇങ്ങനത്തെ മെറ്റീരിയൽ തിങ്സ് വാങ്ങുന്നതിന് പകരം ഞാൻ എന്തൊക്കെ ചെയ്ത് വെച്ചാൽ, ഇതേ എമൗണ്ട് ഒക്കെ എടുത്താണ്, എനിക്ക് പ്രോഫിറ്റ് ഒന്നും വേണ്ട എന്നുള്ള രീതിയിൽ എനിക്ക് തൽക്കാലം തട്ടിമുട്ടി ജിമ്മും മുട്ടയും കാര്യങ്ങളൊക്കെ വാങ്ങി ഇങ്ങനെ പ്രോട്ടീനൊക്കെ ആയിട്ട് ഇങ്ങനെ പോകാൻ ഉള്ള ഫണ്ടല്ലാതെ ബാക്കിയുള്ളതൊക്കെ ഞാൻ കോഴ്സുകളിലും, അതുപോലെ എക്യുപ്മെൻറ്റ്സുകളിലും, അതുപോലെ ഈ സ്റ്റുഡിയോയിലും, അതുപോലെ ലാപ്പ് സിസ്റ്റം, ഇങ്ങനത്തെ സാധനങ്ങൾ എടുക്കാൻ, ഇങ്ങനത്തെയിലൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ബുക്കുകളിലൊക്കെ. സോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മെറ്റീരിയൽ തിങ്സുകൾ വാങ്ങാം. അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നിൽക്കുന്ന ലെവലിൽ തന്നെ ഞാൻ നിൽക്കുള്ളൂ. പകരം ഇതേ സംഭവങ്ങളിലേക്ക് തന്നെ, അതായത് നമുക്ക് വീണ്ടും ഗ്രോത്ത് തരുന്ന, വീണ്ടും നമുക്ക് ഭാവിയിൽ അസറ്റുകളാവുന്ന, ലയബിലിറ്റി ആവുന്നതിന് പകരം അസറ്റുകളാവുന്ന സാധനങ്ങളിലേക്ക് തന്നെ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, ഓരോ വട്ടം നമ്മളെ കാറുകൾ, നമ്മളിപ്പോൾ ഗെയിമൊക്കെ കളിക്കുമ്പോൾ നമ്മളെ കാർ അപ്ഗ്രേഡ് ചെയ്യുന്ന പോലെയാണ്. നമ്മൾ ഫസ്റ്റ് നിൽക്കുന്ന കാറ് വെച്ചുകൊണ്ടാണ് നമ്മൾ രണ്ടാമത്തെ ഒരു കാറ് വാങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. പകരം നമ്മൾ കുറച്ച് എമൗണ്ട് ഉണ്ടാക്കി, എന്നിട്ട് നമ്മൾ ഈ കാർ അപ്ഗ്രേഡ് ചെയ്തു, വീണ്ടും അപ്ഗ്രേഡ് ചെയ്തു, നൈട്രോ വെച്ചു, ഇത് കൂട്ടി, മൈലേജ് കൂട്ടി, ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന എമൗണ്ടൊക്കെ വീണ്ടും ചിലവാകുന്നുണ്ടെങ്കിലും, പക്ഷേ ഈ രണ്ടാമത്തെ കാറ് നമുക്ക് ഫാസ്റ്റായിട്ട് വാങ്ങാൻ പറ്റും. നമ്മൾ ഫസ്റ്റത്തെ കാറ് അപ്ഗ്രേഡ് ചെയ്യാതെ ആ പൈസ ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചാണ്ടാണ് നമ്മൾ രണ്ടാമത്തെ കാറ് വാങ്ങാൻ നോക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഹിൽ ക്ലൈംബ് റേസിംഗ് ഒക്കെ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞൊരു എക്സാമ്പിളാണ്, വാങ്ങാൻ നോക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. അതിനെക്കാട്ടും ഫാസ്റ്റായിട്ട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ വാങ്ങാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിലും ഒരുപാട് മെറ്റീരിയൽ തിങ്സ് വാങ്ങുന്നത് ഒരിക്കലും നല്ലതല്ല എന്നല്ല ഞാൻ പറയുന്നത്. നൈസ് തിങ്സ് വാങ്ങുന്നത്, നിങ്ങൾക്ക് വാങ്ങിക്കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം വാങ്ങണം തന്നെയാണ് ഞാനും പറയാം. പക്ഷെ നമ്മളൊരു സിസ്റ്റം ബിൽഡ് ചെയ്യുന്നത് വരെ, നമുക്കൊന്ന് ഫിനാൻഷ്യലി ഒക്കെ ഒരു ആസ് എ പേഴ്സൺ ഒന്ന് സ്റ്റേബിളായി നിൽക്കുന്നത് വരെ നമുക്ക് എന്ത് വേണം അവിടെ, നമ്മളൊരു വിചാരിക്കുന്ന ഒരു ലെവലിലേക്ക് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം അവിടെ വേണം. അപ്പോൾ ആ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുന്നത് വരെ ആ ഒരു സാധനങ്ങളിൽ വല്ലാതെ, നൈസ് തിങ്സിൽ വല്ലാതെ ഫോക്കസ് ചെയ്യാതെ, ഇത് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അസറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയാം. ഓക്കെ, എൻ്റെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. ശരിക്കുള്ള ഗ്രോത്ത് വരുന്നത് ഒരിക്കലും എൻ്റെ ബൈക്ക് ഏതാണോ, എൻ്റെ കാർ ഏതാണോ, എൻ്റെ ക്ലോത്തിൻ്റെ ബ്രാൻഡ് ഏതാണോ, ഈവൻ ദോ അത് മാറ്റർ ആണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ അതിൽ നിന്നല്ല, അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയ സംഭവമാണ് യു ആർ ബിക്കമിങ്, അല്ലെങ്കിൽ യു ഷുഡ് ബിക്കം ദ പേഴ്സൺ ഹൂ വെർത്ത് റെസ്പെക്റ്റിംഗ്. ഇപ്പോൾ എനിക്ക് എൻ്റെ കണ്ടന്റ് കാണുമല്ലോ കേട്ടോ, എൻ്റെ ഒപ്പമുള്ളോ പഠിച്ചോലോ അങ്ങനെയൊന്നല്ല, എൻ്റെ കണ്ടന്റ് കാണുമല്ലോ, എന്നെ കുറച്ചെങ്കിലും റെസ്പെക്ട് ചെയ്യണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ കോംപ്ലക്സ് ആയിട്ടുള്ള ഐഡിയാസ് സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്,
ഞാൻ ലൈഫിൽ റിസ്കുകൾ എടുക്കുന്നുണ്ട്, ബോൾഡായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓണസ്റ്റ് ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ ഒക്കെ ക്യാരക്ടറിസ്റ്റിക് കൊണ്ടാണ് ഞാൻ വല്ലാതെ എന്താ പറയുക, ആൾക്കാർ കാണുമ്പോൾ ഭയങ്കര ഈഗോട്ടിസ്റ്റിക് ആയിട്ടൊന്നും നടക്കില്ല. ഞാൻ എല്ലാവരും എന്താ പറയുക, എൻ്റെ അടുത്ത് വന്നാൽ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഞാൻ അതിൻ്റെതായിട്ടുള്ള റെസ്പെക്റ്റ് കൊടുക്കും. അപ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ബൈക്ക്, കാറ്, ക്ലോത്ത്സ് ഇതൊന്നല്ല ഏറ്റവും ഫസ്റ്റ്. ഈവൻ ദോ അത് മാറ്ററാണ് നമ്മളെ സ്റ്റാറ്റസിൻ്റെ കേസിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇത് നല്ല ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത് നമ്മളെ സ്കില്ല് ആസ് എ പേഴ്സൺ, നമ്മളെ ബാക്കിയുള്ളവരെ എങ്ങനെ കാണുന്നു, നമ്മളെ ക്യാരക്ടർ, നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ഒരു പൊസിഷൻ ഉണ്ടല്ലോ, ഒരു രീതി ഉണ്ടല്ലോ, അതാണ്. ദ റെസ്പെക്ട് യു ആർ ചേസിങ് ത്രൂ തിങ്സ് ഇവഞ്ച്വലി കംസ് നാച്ചുറലി വെൻ യു ബിക്കം സം വൺ വർത്ത് റെസ്പെക്ടിങ്. അത്രേ ഉള്ളൂ സംഭവം. ഇനി 10ാമത്തെ ലെസണാണ്, ലാസ്റ്റ് വൺ. ഡോണ്ട് ടേക്ക് അഡ്വൈസ് ഫ്രം പീപ്പിൾ ഹു ഡസൻ ഹാവ് ദ ലൈഫ് ദാറ്റ് യു വാണ്ട്. ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു സിമ്പിൾ റൂളാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. അത് 2025 കൂടുതൽ എവിഡൻ്റ് ആയി. അതായത് ഇഫ് യു ഡോണ്ട് വാണ്ട് ദെയർ ലൈഫ്, ഡോണ്ട് ഫോളോ ദെയർ അഡ്വൈസ്. സിമ്പിൾ. ഇപ്പോൾ ഞാൻ CA ക്വിറ്റ് ചെയ്യാൻ വിചാരിക്കുന്ന ടൈമിൽ എനിക്ക് ഒരുപാട് ബ്രദർലി ആൻഡ് സിസ്റ്റർലി അഡ്വൈസുകൾ വന്നിരുന്നു. ഇഷ്ടംപോലെ ആൾക്കാർ എന്നെ അഡ്വൈസ് ചെയ്യേണ്ടിരുന്നത്, എടാ ക്വിറ്റ് ചെയ്യണ്ട, ഇപ്പോൾ ചെയ്യുന്ന ഒരു തെറ്റായ ഡിസിഷനാണ്, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതുവരെ കംപ്ലീറ്റ് ചെയ്തതല്ലേ, ഇനി ഇവിടെ നിന്ന് നിർത്തി കഴിഞ്ഞാൽ ഇത്രയും വർഷം എഫേർട്ട് ഇട്ടു, ഇനി ആ ഒരു ഫൈനൽ കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു പാത്ത് കണ്ടിന്യൂ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ കണ്ടന്റ് ക്രിയേഷൻ കൊണ്ടുപോയിക്കൂടെ എന്ന്, അങ്ങനെ പല രീതിയിൽ അഡ്വൈസ് വന്നിരുന്നു. അപ്പോൾ ഇതൊന്നും എന്താ പറയുക, മോശമായിട്ടല്ല, ഇതൊക്കെ നമ്മളെ നല്ലതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഓല് പറയണത്. ഇതൊക്കെ നല്ലൊരു ഭാവി ആ ഉദ്ദേശിച്ചാണ് തന്നെയാണ് ഓല് പറഞ്ഞു തരുന്നത്. പക്ഷേ ദേ ഡോണ്ട് ഹാവ് ദ ലൈഫ് സ്റ്റൈൽ ഓർ ദ ലൈഫ് ദാറ്റ് ഐ വാണ്ട്. അപ്പോൾ ഞാൻ ഓല അഡ്വൈസിൽ ലിസൺ ചെയ്യണതിൽ അർത്ഥമല്ല. ബാക്കിയുള്ള പുറത്തുള്ള ഓലക്കുന്ന് അഡ്വൈസ് എടുക്കുമ്പോൾ ഈ ഒരു സംഭവങ്ങൾ നോക്കിയാൽ മതി. ഓർക്ക് നിങ്ങൾ വിചാരിക്കുന്ന സംഭവം ഓല അച്ചീവ് ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ വിചാരിക്കുന്ന ലൈഫ് ഓൽക്കുണ്ടോ, ഇന്ന് നിങ്ങൾക്ക് ആ അഡ്വൈസ് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ജസ്റ്റ് എ ഡിസ്ട്രാക്ഷൻ ഓർ ഇറ്റ്സ് ജസ്റ്റ് എ നോയ്സ്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. 10 most impacted lessons that I gained from 2025. So I hope this video is helpful for you guys. See you in the next video.